ദാമോദരൻ സ്മാരക ട്രസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ഭാരത ദർശനം ദേശീയ സെമിനാറിന് തുടക്കമായി. സെമിനാർ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബാലചന്ദ്ര കാംഗെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യവും നാനാത്വവും നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾ സന്ധി ചെയ്യാതെ ഏറ്റെടുക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബാലചന്ദ്ര കാംഗെ പറഞ്ഞു. ഭരണഘടന സംരക്ഷിക്കാനുള്ള ഇന്ത്യക്കാരന്റെ പരിശ്രമങ്ങൾക്ക് അത്യന്താപേക്ഷിതം ജനാധിപത്യം കരുത്താർജിക്കലാണ്. ഇത് മനസ്സിലാക്കിയാണ് ജനകീയ സമരങ്ങളെ അവഗണിക്കാനും അടിച്ചമർത്താനും BJP ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ സ്വരങ്ങളെയും സമരങ്ങളെയും മോഡി സർക്കാർ ഭയക്കുകയാണ്. പ്രതിപക്ഷത്തെ ദേശീയവിരുദ്ധമായി നിരന്തരം ചിത്രീകരിക്കുന്നു. തീവ്രദേശീയതയും ഹിന്ദുത്വവും വളർത്തി ജനാധിപത്യത്തെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അർബൻ നക്സലൈറ്റുകൾ എന്ന മുദ്രകുത്തി കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുന്നതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കലാണ്. ഈ തിരിച്ചറിവില്ലാതെയാണ് ഇന്ത്യൻ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. His vision was to bring common man in Congress for defense, and therefore RSS felt threatened. Till that time, Congress was a movement controlled by upper caste. In 1925, when they realized that under the leadership of Mahatma Gandhi, it is the common man who is going to get importance, and democracy is going to be strengthened. Immediately, they formed an organization to support the princely states in India and upper caste in India. Since 1947, when we became independent, because it was a partial revolution, not a complete revolution. Upper caste remained in the military, in the judiciary, and in the bureaucracy. But their sympathies always were with the rightist parties and against Congress. But they had no alternative. ട്രസ്റ്റ് ചെയർമാനും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PP സുനീർ MP അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, PK കൃഷ്ണദാസ്, ദാമോദരന്റെ പുത്രി KP ഉഷ, E സൈതലവി, ട്രസ്റ്റ് സെക്രട്ടറി അജിത് കൊളാടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാർക്സ് ദാമോദരൻ ഇടതുപക്ഷം എന്ന വിഷയത്തിലും പശ്ചിമേഷ്യയിലെ സംഘർഷവും ലോകസമാധാനവും എന്ന വിഷയത്തിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.